ഒരു കാലത്ത് കത്തുകളും വിശേഷങ്ങളും കൈമാറിയിരുന്ന ചുവന്ന തപാൽ പെട്ടികൾ ഇന്ന് വെറും കാഴ്ച വസ്തുക്കളായി മാറുന്നു. സാങ്കേതിക വിദ്യയുടെ വളർച്ചയിൽ തൽക്ഷണം സന്ദേശങ്ങൾ കൈമാറാം എന്നതാണ് തപാൽ പെട്ടികളെ ഈ കാലഘട്ടത്തിൽ നോക്കുകുത്തികളാക്കി മാറ്റിയത്. കാലം മാറിയതിനനുസരിച്ച് നമ്മുടെ വിനിമയ രീതികളിലും മാറ്റങ്ങൾ സംഭവിച്ചു. വാട്സപ്പ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം തുടങ്ങിയ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ വഴി നിമിഷങ്ങൾക്കുള്ളിൽ ലോകത്തിന്റെ എവിടെയുള്ളവരുമായി ആശയവിനിമയം നടത്താം. ഈ കാരണങ്ങളാൽ നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ സജീവമായി കാണപ്പെടുന്ന ചുവന്ന തപാൽ പെട്ടികൾ കാഴ്ച വസ്തുക്കളായി മാറിയിരിക്കുകയാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ ഔദ്യോഗിക ആവശ്യങ്ങൾക്കായി കത്തുകൾക്ക് പകരം വേഗമേറിയ ഇമെയിലുകൾ ഇടം പിടിച്ചു. കൈപ്പടിയിൽ എഴുതിയ കത്തുകൾക്ക് ഒരു പ്രത്യേക ആത്മാവുണ്ടായിരുന്നു. അത് തുറന്നു വായിക്കുമ്പോഴുള്ള ആകാംക്ഷയും സന്തോഷവും ഇന്നത്തെ ഡിജിറ്റൽ മെസ്സേജുകൾക്ക് നൽകാനാവില്ല എന്നതാണ് സത്യം. തപാൽക്കാരന്റെ മണിയും കാത്ത് ഉമ്മറപ്പടിയിൽ ഇരുന്നിരുന്ന ഒരു തലമുറ നമുക്കുണ്ടായിരുന്നെങ്കിലും സ്മാർട്ട് ഫോണുകൾ വഴങ്ങാത്ത പ്രായമായവരും അല്ലെങ്കിൽ ദൂരസ്ഥലങ്ങളിലേക്ക് അയക്കുന്ന ഔദ്യോഗിക രേഖകൾക്കും മാത്രമാണ് പലരും ഇപ്പോൾ തപാൽ സംവിധാനത്തെ ആശ്രയിക്കുന്നത്. സ്പീഡ് പോസ്റ്റ്, കൊറിയർ സർവീസുകൾ എന്നിവ വഴി തപാൽ വകുപ്പ് ഇപ്പോഴും ചരക്കു നീക്കത്തിൽ സജീവമാണ്. i4e ന്യൂസ്, ഏറ്റുമാനൂർ.